എന്തുകൊണ്ടാണ് ഇത്ര വലിയ രാജ്യമായിട്ടും നമ്മൾ ഒരൊറ്റ സമയം മാത്രം പിന്തുടരുന്നത്? ഇതിന് പിന്നിൽ രസകരമായ ഒരു കാരണമുണ്ട്. മാത്രമല്ല, ഈ ഒറ്റ സമയം കാരണം നമ്മൾ അറിയാത്ത ഒരു രഹസ്യ അഡ്ജസ്റ്റ്മെന്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അതെന്താണെന്നറിയണ്ടേ? വീഡിയോ മുഴുവനായി കാണുക. ഫ്രാൻസ് നമ്മളെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു രാജ്യം. പക്ഷേ അവർക്ക് എത്ര ടൈം സോണുകൾ ഉണ്ടെന്നറിയാമോ? 1, 2 അല്ല, 12 ടൈം സോണുകൾ. എന്നാൽ നമ്മുടെ ഇന്ത്യയോ ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യം. വടക്ക് മുതൽ തെക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇത്രയധികം പരന്നുകിടക്കുന്ന നമ്മുടെ രാജ്യത്തിന് ആകെയുള്ളത് ഒരൊറ്റ സമയം മാത്രം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST. നമ്മുടെ രാജ്യത്തിന്റെ വലിപ്പം തന്നെയാണ് ഇവിടത്തെ പ്രധാന വില്ലൻ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശും തമ്മിൽ ഏകദേശം 2933 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരം കാരണം എന്തു മാറ്റമാണ് ഉണ്ടാവുന്നത്? ഒരു മൈൻഡ് ബ്ലോയിങ് ഫാക്ട് പറയാം. അരുണാചൽ പ്രദേശിൽ സൂര്യൻ ഉദിച്ച് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് ഗുജറാത്തിൽ സൂര്യൻ ഉദിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അരുണാചലിലുള്ള നിങ്ങളുടെ സുഹൃത്ത് രാവിലെ എഴുന്നേറ്റ് കുളിയും പാസാക്കി ഓഫീസിൽ പോയി ജോലി തുടങ്ങുന്ന സമയത്തായിരിക്കും ഗുജറാത്തിലുള്ള നിങ്ങൾ ചിലപ്പോൾ എഴുന്നേൽക്കുന്നത് തന്നെ. ഇത്രയും വലിയ വ്യത്യാസമുണ്ടായിട്ടും നമ്മൾ എന്തിനാണ് ഒരേ സമയം വാച്ചിൽ കാണിക്കുന്നത്? ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഇന്ത്യയിൽ 2 ടൈം സോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഭയങ്കരമായ ആശയക്കുഴപ്പമായിരിക്കും ഫലം. പ്രധാനമായും നമ്മുടെ റെയിൽവേ സിസ്റ്റം. ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ കൊൽക്കത്തയിലേക്ക് എത്തുമ്പോൾ സമയം മാറ്റേണ്ടി വരും. ട്രെയിൻ സമയക്രമങ്ങൾ മൊത്തത്തിൽ താളം തെറ്റും. ഇതുമാത്രമല്ല, ബാങ്ക് ഇടപാടുകൾ, ടിവിയിലെ ലൈവ് വാർത്തകൾ, എന്തിന് നമ്മൾ കാണുന്ന ഒരു IPL മാച്ച് പോലും 2 സമയത്തായിരിക്കും രാജ്യത്ത് കാണേണ്ടി വരിക. ഭരണനിർവഹണം, വാർത്താവിനിമയം എന്നിവയെല്ലാം കുളമാകും. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കി രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താനാണ് നമ്മൾ ഒരു സമയം മാത്രം പാലിക്കുന്നത്. ശരി, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പൊതുവായ സമയം കണ്ടെത്തുന്നത്? ഗുജറാത്തിലെ സമയവും എടുക്കാൻ പറ്റില്ല, അരുണാചലിലെ സമയവും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മധ്യമാർഗം സ്വീകരിച്ചു. ഇന്ത്യയുടെ ഏകദേശം നടുഭാഗത്തുകൂടി, അതായത് ഉത്തർപ്രദേശിലെ അലഹബാദിനടുത്തുള്ള മിർസാപൂർ എന്ന സ്ഥലത്തുകൂടി കടന്നുപോകുന്ന ഒരു രേഖയുണ്ട്. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. കൃത്യമായി പറഞ്ഞാൽ ഈ മിർസാപൂരിലെ സമയമാണ് നമ്മൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായി കണക്കാക്കുന്നത്. ലോക സമയമായ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മുടെ IST. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഒറ്റ സമയം കാരണം എല്ലാവരും ഹാപ്പിയാണോ? അല്ല. നേരത്തെ പറഞ്ഞില്ലേ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ നേരത്തെ ഉദിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ സൂര്യൻ നേരത്തെ അസ്തമിക്കുകയും ചെയ്യും. വൈകുന്നേരം 4-5 മണിയാകുമ്പോഴേക്കും അവിടെ ഇരുട്ടാകും. ഇതവരുടെ ജോലിയെയും ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഈ പ്രശ്നം മറികടക്കാൻ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അസമിലെ മറ്റും തേയിലത്തോട്ടങ്ങളിൽ അനൗധികാരികമായി ഒരു പ്രത്യേക സമയമുണ്ടായിരുന്നു. അതിനെ ചായ് ബഗാൻ ടൈം എന്നാണ് വിളിച്ചിരുന്നത്. ISTയേക്കാൾ ഏകദേശം 1 മണിക്കൂർ മുന്നിലായിരുന്നു ഈ സമയം. തേയിലത്തോട്ടങ്ങളിലെ പകൽ വെളിച്ചം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇത്. ഇപ്പോഴും അനൗധികാരികമായി പലരും അവിടെ നേരത്തെ ദിവസം തുടങ്ങുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ, ചില ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുമിച്ച് ഒരേ താളത്തിൽ മുന്നോട്ടു പോകാൻ ഈ ഒറ്റ സമയം നമ്മളെ സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ ഊരമാണ്. ഇന്ത്യക്ക് 2 ടൈം സോൺ വേണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇപ്പോഴുള്ളത് തന്നെയാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.